ഹായ് എവരിവൺ. സോ നമ്മൾ ഏറ്റവും പോപ്പുലറായിട്ട് ഇപ്പോൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഹൈപ്പർസോണിക്കിൻ്റെ അൾട്രാ സീരീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇവരിപ്പോൾ ഇത് ഫ്ലോലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ദേ ഹാവ് റിലീസ്ഡ് എ ലോട്ട് ഓഫ് ന്യൂ മോഡൽസ്. ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ പല സ്ക്രീൻ സൈസസിലും പല ഫോർമാറ്റുകളിലുള്ള കുറേ സിസ്റ്റംസ് ഇവർ ഇറക്കിയിട്ടുണ്ട്. എഗെയിൻ നോട്ട് എ പ്രൊമോഷണൽ വീഡിയോ ഓർ എനിത്തിങ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രൊഡക്ട്സ് എല്ലാ കമ്പനികൾക്കും ഉണ്ട്. ഞാൻ പെർട്ടിക്കുലറായിട്ട് വിൽക്കുന്നത് ഹൈപ്പർസോണിക്കാണ്. കാരണം എനിക്ക് മര്യാദയ്ക്ക് സപ്പോർട്ടും എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ടെക് സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും വാറണ്ടി സപ്പോർട്ടാണെന്നുണ്ടെങ്കിലും ഏറ്റവും മര്യാദയ്ക്ക് കിട്ടുന്നത് ഹൈപ്പർസോണിക്കാണ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ജനറലി സെൽ. അതിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ഈ മോഡലാണ്, ഈ അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇത് സാധാരണ ആൻഡ്രോയിഡ് സിസ്റ്റംസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആണ്. സോ ഈ അൾട്ര പല സ്പെസിഫിക്കേഷൻസിൽ വരുന്നുണ്ട്. അതായത് ഇത് 4GB 64 വരുന്നുണ്ട്. എല്ലാവരും ഒക്ടാകോർ സിംഗിൾ പ്രോസസ്സർ തന്നെയാണ് വരുന്നത്. അതുകൂടാതെ 4GB 64, 6GB 128, 8GB 128, 8GB 256 ഈ സ്പെസിഫിക്കേഷൻസിൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. പക്ഷേ 99% ആൾക്കാർ വാങ്ങിക്കുന്നത് 464 ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നാമത് കുറച്ച് എക്സ്പെൻസീവാണ്. ഓൾമോസ്റ്റ് 28,000 രൂപയോളം ഇത് യൂഷ്വലി പ്രൈസ് വരുന്നുണ്ട് 464 തന്നെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് മിക്കവാറും ഈ സിസ്റ്റംസ് എല്ലാവരും വന്നേക്കുന്നത്. ഇതിൽ ചിലത് വെഹിക്കിൾ സ്പെസിഫിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ചിലത് യൂണിവേഴ്സൽ ആയിട്ടുള്ളതുണ്ട്. ഐ ജസ്റ്റ് ഗോ ഇൻ ടു ഡീറ്റെയിൽ. ആൻഡ് ഞാനിത് തുറന്നിട്ട് ഇതിൻ്റെ ഡയമെൻഷൻസ് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സൈസ് മനസ്സിലാവുള്ളൂ. സോ ഇതിൽ ഇത് നോർമലായിട്ടുള്ള 9 ഇഞ്ച് സിസ്റ്റമാണ്. ഇത് 9ലും 10ലും അവൈലബിൾ ആണ് ഈ അൾട്രാ സീരീസ്. ഇതേപോലെ തന്നെ ഇത് മിക്കവാറും എല്ലാ വണ്ടികൾക്കും യൂണിവേഴ്സലായിട്ടുള്ള പാനൽസ് ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. ആ പാനൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. വേറാസ് ഇത് 12.3 ഇഞ്ചസും എഗെയിൻ 10.33 ഇഞ്ചസും വൈഡ് ഫോർമാറ്റ് സ്ക്രീൻസാണ്. എല്ലാത്തിലും കമ്പാറ്റബിൾ ആവില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വണ്ടികളിൽ AC വെൻ്റ് വരുന്നത് സ്റ്റീരിയോയുടെ തൊട്ട് സൈഡിൽ 2 സൈഡിലായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ പറ്റില്ല. മുകളിൽ റേസ്ഡ് ആയിട്ട് സ്റ്റീരിയോ ഇരിക്കുന്ന വണ്ടികൾ അല്ലെങ്കിൽ സ്വിഫ്റ്റൊക്കെ പോലത്തെ വണ്ടികൾ AC വെൻ്റ് സ്റ്റീരിയോയുടെ മുകളിൽ വരുന്നത് അതേപോലത്തെ വണ്ടികളൊക്കെ നല്ല ക്ലീനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇവരുടെ പുറത്ത് എഴുതിയേക്കുന്ന ക്യാപ്ഷൻ പോലെ ഇതിൻ്റെ ബോക്സിൻ്റെ പുറത്ത് എഴുതിയേക്കുന്ന ലാർജർ ദാൻ ലൈഫ് എന്ന് പറയുന്ന പോലെ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു മാസീവായിട്ടുള്ള സൈസ് മനസ്സിലായത്. 12.3യുടെയൊക്കെ ജനറലി ഞാൻ അങ്ങനെ വലിയൊരു ഫാൻ ആയിരുന്നില്ല ഈ വലിയ സ്ക്രീനിൻ്റെ. പക്ഷേ അതിൻ്റെ ഒരു സ്ക്രീൻ റെസൊല്യൂഷനും ആ ഡാഷ്ബോർഡിൽ അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ചേഞ്ചും ഭയങ്കര ഭീകരമായിരുന്നു. ആക്ച്വലി കാണാൻ രസമായിരുന്നത്. അത് എഗെയിൻ ഇതിനേക്കാളും ഓൾമോസ്റ്റ് 10,000 rupees മോർ എക്സ്പെൻസീവ് ഓൺ ദ സെയിം സ്പെസിഫിക്കേഷൻ. പക്ഷേ അത് കാണാനുണ്ട്. ആൻഡ് അത് തന്നെ 3 ഡിസൈനിലും വരുന്നുണ്ട്. അതായത് BMW ഡിസൈനിലും മെർസിഡസിൻ്റെ ഡിസൈനിലും ഓഡിയുടെ ഡിസൈനിലും അതിൻ്റെ സൈഡിലത്തെ ഷേപ്പ്, ബെസൽസിൻ്റെ ഷേപ്പ്, അങ്ങനെ 3 ഡിസൈൻസിൽ വരുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇത് സ്പെസിഫിക് ആയിട്ട് സെയിം സിസ്റ്റം തന്നെ താറിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിലുള്ളൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള പോലെ തന്നെ ഒപ്റ്റിക്കൽ ഔട്ട്പുട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓഡിയോ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിജിറ്റൽ ഔട്ട് കൊടുത്തിട്ട് പ്രോസസ്സർ റൺ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എഗെയിൻ പ്രോസസ്സർ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ടൊക്കെ ഉള്ള പ്രോസസ്സർ വരുമ്പോൾ തന്നെ നല്ല പ്രൈസ് റേഞ്ചിലേക്ക് മാറും. അപ്പോൾ അങ്ങനത്തെ ബിൽഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് യു വാണ്ട് ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ്, ആൻഡ്രോയിഡ് സ്ക്രീൻ അല്ലെങ്കിൽ യൂട്യൂബ് പ്ലേ ചെയ്യാനായിട്ട് 4G സിം കണക്ടിവിറ്റി ഇതെല്ലാനും കിട്ടുന്ന ഹെഡ് യൂണിറ്റ്സാണിത്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എല്ലാ സിസ്റ്റത്തിലും 360 പ്രോപ്പറായിട്ടുള്ള 1080 പ്രോഗ്രസീവ് 360 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഞാനിത് ഇനി ജസ്റ്റ് തുറന്നിട്ട് ഇതിൻ്റെ സൈസസ് ഒന്ന് കാണിച്ചു തരാം. വൺ മോർ തിങ്, ഇതിൽ ഈ അൾട്രാ സീരീസിൽ ഈ മോഡൽ വന്നിട്ട് വെഹിക്കിൾ സ്പെസിഫിക് ആണ്. അതായത് എല്ലാ വണ്ടികളിലും ഈ സിസ്റ്റം വെക്കാൻ പറ്റില്ല. അത് ഈ സിസ്റ്റം വേറെ 9 ഇഞ്ച് ഈ സിസ്റ്റം കയറുന്ന ഏത് വണ്ടിയിലും ഈ ഫോർമാറ്റിലുള്ള 10.3 ഇഞ്ചസ് വെക്കാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ട്. വേറെ ഇത് വന്നിട്ട് ചില വണ്ടികളിലും മാത്രം അവർ തരുന്ന ഫേഷ്യ വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. So I'll just open it up and show you guys. From the smallest we'll start.
ഇത് നമ്മുടെ നോർമലായിട്ടുള്ള 9 ഇഞ്ച് അൾട്ര. ഇത് അതിന് മുകളിൽ വരുന്ന 10.3 ഇഞ്ചസിൻ്റെ അൾട്ര വന്നേക്കുന്നത് വൈഡ് സ്ക്രീൻ. ഇത് യൂണിവേഴ്സലാണ്. ഇത് ഇരിക്കുന്ന ഏത് വണ്ടികളിൽ വേണമെങ്കിലും ഇതും ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ചില വണ്ടികൾക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്നത്, ചില ഹാരിയറിന് പറ്റും, പുതിയ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് പറ്റും, നമ്മളുടെ സുസുക്കിയുടെ സ്വിഫ്റ്റിന് പറ്റും. അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ OEM സ്റ്റൈലിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പാനലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി പോലും ബെസൽസ് ഒന്നും സൈഡിലേക്ക് വളരെ കുറവായിരിക്കും. ആൻഡ് ബിഗ് ഡാഡി 12.3 ഇഞ്ചസ്. ഈ 12.3 ഇഞ്ചസ് ഒരു സ്കെയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എൻറ്റയർ വണ്ടിയുടെ ഡാഷ്ബോർഡ് മൊത്തം ഉണ്ടാവും. കാണാൻ കുറച്ച് ഓവർവെൽമിംഗ് ആണ് സാധനം. എല്ലാ വണ്ടികളിലും ഫിറ്റ് ആവില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എസ്പെഷ്യലി AC വെൻസ് സൈഡിൽ വരുന്ന ഹോണ്ട സിറ്റി അല്ലെങ്കിൽ ജാസൊക്കെ പോലത്തെ വണ്ടികളിലൊന്നും ഇത് ഫിറ്റ് ആവത്തില്ല. വേറാസ് ഓൺ നോർമൽ കാർസ് ഈ AC വെൻറ്റ് മുകളിൽ വരുന്ന പോലത്തെ വണ്ടികൾ, അല്ലെങ്കിൽ താഴെ വരുന്ന പോലത്തെ വണ്ടികൾ, അല്ലെങ്കിൽ ഡാഷ്ബോർഡിൻ്റെ മുകളിൽ ഹെഡ് യൂണിറ്റ് മൗണ്ട് ചെയ്തേക്കുന്ന മോഡൽ വണ്ടികൾ, നമ്മളുടെ അൾട്രോസ് അല്ലെങ്കിൽ ഹാരിയർ പോലത്തെ വണ്ടികളിലൊക്കെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. അഗെയിൻ നമ്മളുടെ XUV 700 പോപ്പുലറായിട്ടുള്ളൊരു ഇൻസ്റ്റാളാണിത്. ഇതെല്ലാനും 2-3 ഡിസൈൻസ് വരുന്നുണ്ട് ഈ ബെസൽസിൻ്റെ. ഇതിപ്പോൾ BMW ഡിസൈൻ, അത് ഈ സൈഡ് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വരുന്നത്. മെർസിഡസിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്തു. അത് കുറേ കൂടെ റൗണ്ടഡ് ആയിരിക്കും. ഓഡിയുടെ പോലത്തെ ആ സെയിം ഡിസൈനിൽ വരുന്നതായിരിക്കും. ചില വണ്ടികളിൽ ചില ഡിസൈൻസ് ഫിറ്റ് ആവും. ഇപ്പോൾ ഈ ടാറ്റയുടെ വണ്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ BMW കുറച്ചും കൂടെ കറക്റ്റായിട്ട് തോന്നുന്നത്. അങ്ങനെ സ്പെക്ക് വൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാക്ട്ലി സെയിം ആണ്. 4GB 64 സെയിം 7862 സിസ്റ്റമാണിത്, ഒക്ടാ കോർ. ആൻഡ് 360 ഡിഗ്രിക്കുള്ള സപ്പോർട്ടും ഉണ്ട്. ഇതൊന്നും കൂടാതെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരാറുണ്ട്, എന്നിട്ട് സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥയായിരുന്നു താറിന്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്കുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാനായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 10.33 ഇഞ്ചസിൽ താറിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സെയിം അതിൻ്റെ പോലത്തെ തന്നെ OEM ബട്ടൺസൊക്കെ വരുന്ന പോലെ മറ്റേ ഇത് വോളിയം നോബൊക്കെ ഉള്ള ഒരു സിസ്റ്റം. ഇത് അഗെയിൻ 4GB 64 ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്, 360ക്ക് വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അത്യാവശ്യമുള്ളതെല്ലാം ഇതിലുണ്ട്. ഇതും ഡയറക്റ്റ് ഫിറ്റാണ്. ഒരു കാര്യം, താറിൻ്റെ സിസ്റ്റംസ് വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മഹീന്ദ്ര കൊടുക്കുന്ന ഒരു അഡ്വഞ്ചർ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസ് ലൈക്ക് ഫ്യൂൽ കൺസംഷനോ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉള്ളത് നമുക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കാണിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇതിൽ ഡയറക്റ്റ്ലി വർക്ക് ചെയ്യും. പക്ഷേ ഈ അഡ്വഞ്ചർ മോഡ് മഹീന്ദ്ര സ്പെസിഫിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ കാണിക്കുന്നതെല്ലാവരും അത് ഇതിൽ വർക്ക് ചെയ്യില്ല. അത് വർക്കിംഗ് ആക്കിയിട്ടുള്ള ഒരു സിസ്റ്റം ആരും ഇറക്കിയതായിട്ട് എൻ്റെ അറിവിലില്ല. സോ ഇതാണ് ഇപ്പോഴത്തെ പുതിയ ഒരു അപ്ഡേറ്റഡ് 2023 എൻഡിലേക്കുള്ള സിസ്റ്റംസിൻ്റെ ലൈനപ്പ്. നമ്മൾ ഇയർ തുടങ്ങിയ സമയത്ത് ഇതായിരുന്നു നോമെങ്കിൽ ഈ ഒരു വർഷം കൊണ്ട് വന്നേക്കുന്ന ഒരു മേജറായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രോബബ്ലി സ്ക്രീൻ സൈസ് കൂടിയേക്കണ് എന്നുള്ളതാണ്. അല്ലാതെ സോഫ്റ്റ്വെയർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് കുറേ കൂടെ സ്റ്റേബിളാക്കി എന്നല്ലാതെ വേറെ മാസീവായിട്ടുള്ള ജമ്പുകളൊന്നും വന്നിട്ടില്ല. എല്ലാത്തിലും വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാപ്പിലും വർക്ക് ചെയ്യും. മര്യാദയ്ക്കുള്ള പ്രീ ഔട്ടുകളായി തുടങ്ങി. ഇനിയും കുറച്ചും കൂടെ ഇത് ഫ്രണ്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി വിഷമമുള്ള കാര്യമാണ്. എന്നാലും ബ്രാൻഡഡ് സിസ്റ്റംസ് പതുക്കെ ഫേസ് ഔട്ടായി തുടങ്ങും. അല്ലെങ്കിൽ നേരെ തിരിച്ച് ബ്രാൻഡഡ് സിസ്റ്റംസ് ആൻഡ്രോയിഡ് സിസ്റ്റംസ് ഇറക്കേണ്ട ഗതികേടിലേക്ക് വന്ന് തുടങ്ങി കഴിഞ്ഞു ഓൾറെഡി. അങ്ങനത്തെ സിസ്റ്റംസ് ഇപ്പോൾ 1-2 കമ്പനികൾ, മെയിൻ സ്ട്രീം കമ്പനികൾ 1-2 പേര് ആൾക്കാർ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ 9 ഇഞ്ച് ടൈപ്പിലൊക്കെ ഈ യൂണിവേഴ്സൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോയുടെ ഫേഷ്യൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡഡ് സിസ്റ്റംസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. സോ ഇവർ മാർക്കറ്റ് കൊണ്ടുപോയി. ദിസ് ഈസ് ദ ഫ്യൂച്ചർ. വേറെ നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും പതുക്കെ ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടത് തന്നെ വരും. പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ഇഷ്യൂ, ഒരുപാട് വണ്ടികളിൽ കമ്പാറ്റബിലിറ്റി ഇഷ്യൂസ്. അതായത് ടാറ്റ ഹാരിയറിനൊന്നും ഇത്രയും നാൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു.
ഇൻസ്റ്റാൾ ചെയ്ത വണ്ടികളിൽ ബാറ്ററി ഇറങ്ങി പോകുന്ന ഇഷ്യൂ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാതിരിക്കുന്ന ഇഷ്യൂ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഫോക്സ് വാഗനിൽ, ഫിയറ്റിൽ, നമ്മളുടെ മഹീന്ദ്രയുടെ വണ്ടികളിൽ, ഇതിലൊന്നിലും ക്യാൻവസ് കമ്പാറ്റബിലിറ്റി ഒരു മേജർ ഇഷ്യൂ ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കമ്പാറ്റബിൾ ആയിട്ടുള്ള ക്യാൻവസ് സിസ്റ്റംസ് ഇപ്പോൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് വണ്ടിയിൽ വേണമെങ്കിലും, ഈവൻ റെനോയുടെ വണ്ടികളിൽ, ഇതിലെല്ലാത്തിലാണ് ക്യാൻവസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാത്തിലും ഇപ്പോൾ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റംസ് ആയി തുടങ്ങി. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ സോ ദാറ്റ് കുറേ കൂടെ ആൾക്കാർക്ക് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ് എത്തട്ടെ. ഹാവ് എ ഗുഡ് ഡേ.